Hi friends, welcome to the second session of conditional sentences. കണ്ടീഷണൽ സെൻറ്റൻസ് അതായത് ഇഫ് ക്ലോസ് ഓർമ്മയുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. അപ്പോൾ ഇന്ന് സെക്കൻഡ് സെഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ പറയാറില്ലേ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ധാരാളം എക്സാമ്പിൾ ചെയ്യും പ്രാക്ടീസിന് വേണ്ടി. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമുക്കൊന്ന് റീകളക്ട് ചെയ്താലോ? റീക്യാപ്പ്. ആദ്യം സെൻറ്റൻസിനെ ഒബ്സർവ് ചെയ്യുക. അതിനകത്ത് ഇഫ് ക്ലോസിലെ വെർബ് കണ്ടുപിടിക്കുക. പിന്നെന്താണ് വെർബ് ഏതാണെന്ന് നോക്കുക. സിമ്പിൾ പ്രസൻറ്റ് ആണോ, സിമ്പിൾ പാസ്റ്റ് ആണോ, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണോ എന്ന് നോക്കുക. സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ ആൻസറിനകത്ത് വില്ല്, ഷാല്, മേ, ക്യാൻ പ്ലസ് വി വൺ ആയിരിക്കും. രണ്ടാമത്തെ ടൈപ്പ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ആൻസറിനകത്ത് വുഡ്, ഷുഡ്, കുഡ് പ്ലസ് വി വൺ ആയിരിക്കും. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഏതായിരുന്നു? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വെർബിൻ്റെ മുമ്പേ ഹാഡ് ഉണ്ടോ എന്ന് നോക്കുക. ഹാഡ് കം, ഹാഡ് ഗോൺ. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഏത് ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത്? ഹാവ് എന്നുള്ള ഒരു വേർഡ് ഉള്ളത്. വുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ആൻസറായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് കുറേ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. Example 1. If he comes here, I dash him a gift. If he comes here, I dash him a gift. ഇപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് will give, would give, would have given, could have given. അപ്പോൾ ആ സെന്റൻസ് നോക്കുക. ഇഫ് ഹി കംസ് ഹിയർ, അതാണ് ഇഫ് ക്ലോസ്. അതിനകത്തെ വെർബ് ഏതാ? കംസ്. അപ്പോൾ കംസ് എന്ന് പറയുമ്പോൾ ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ ആൻസർ ഏതായിരിക്കും? വില്ല്. അപ്പോൾ വില്ലുള്ള ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ വിൽ ഗിവ്. അപ്പോൾ ആൻസർ എന്താണ്? ഇഫ് ഹി കംസ് ഹിയർ ഐ വിൽ ഗിവ് ഹിം എ ഗിഫ്റ്റ്. ഇനി രണ്ടാമത്തെ നോക്കാം. ഇഫ് ഹി വെന്റ് ദർ ഹി ഡാഷ് ദം. ഇഫ് ഹി വെന്റ് ദർ ഹി ഡാഷ് ദം. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് വിൽ മീറ്റ്, കുഡ് മീറ്റ്, കുഡ് ഹാവ് മെറ്റ്, വുഡ് ഹാവ് മെറ്റ്. ഇപ്പം ഇഫ് ക്ലോസിലെ വെർബ് ഏതാണ്? വെന്റ്. വെന്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആകുമ്പം ഓപ്ഷൻ ഏതാ എടുക്കേണ്ടത്? വുഡ്, കുഡ്, ഷുഡ് ഇല്ലേ? അപ്പൊ അത് ഉള്ള ഓപ്ഷൻ ഏതാണ്? ബി, കുഡ് മീറ്റ്. അപ്പൊ ആൻസർ ഇഫ് ഹി വെന്റ് ദർ ഹി കുഡ് മീറ്റ് ദം. മനസ്സിലായോ? ഇനി മൂന്നാമത് നോക്കാം. ഇഫ് യു ഹാഡ് സീൻ എ ഗോസ്റ്റ് വാട്ട് ഡാഷ് ഡൺ. If you had seen a ghost, what dash done? Options: would you have, had you, could have, none of these. അപ്പോൾ അത് നമ്മൾ സെന്റൻസ് നോക്കിയപ്പോൾ കണ്ടല്ലോ ഹാഡ് ഉണ്ട്. ഇഫ് യു ഹാഡ് സീൻ. അപ്പൊ ഹാഡ് ഉള്ളപ്പം പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. ഏതാണ്? ഹാവ് ഉള്ള ഓപ്ഷൻ. അതേതാണ്? എ, വുഡ് യു ഹാവ്. If you had seen a ghost, what would you have done? ഇപ്പൊ സി നോക്കൂ, അതിനകത്തും കുഡ് ഹാവ് ഉണ്ട്. പക്ഷെ ഇവിടെ ചോദിക്കുന്നത് നീ ഒരു ഗോസ്റ്റ് കണ്ടായിരുന്നെങ്കിൽ നീ എന്താ ചെയ്തേനെ ഇല്ലേ? വുഡ് യു ഹാവ്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ എടുത്തേക്കുന്നത്. ഇനി ഫോർത്ത് വൺ. ഇഫ് ഐ ഹാഡ് ഹിസ് അഡ്രസ് ഐ ഡാഷ് സെൻഡ് ഹിം എ ലെറ്റർ. If I had his address, I dash send him a letter. അപ്പോൾ ഇഫ് ക്ലോസിനകത്ത് ഹാഡ് ഉണ്ടല്ലേ? പക്ഷെ ഹാഡ് ഉണ്ടെന്ന് പറഞ്ഞ് ചാടി പിടിച്ച് ഹാവ് എഴുതല്ല. ഹാഡ് കഴിഞ്ഞിട്ട് വെർബില്ല. കണ്ടോ? ഹാഡ് കഴിഞ്ഞിട്ട് വെർബില്ല. അപ്പം ഹാഡ് തന്നെയാണ് അവിടെ വെർബ്. അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ശ്രദ്ധിക്കുക, ഹാഡ് കഴിഞ്ഞിട്ട് വെർബില്ല. അതുകൊണ്ട് അവിടെ ഹാഡാണ് വെർബായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആകുമ്പം ഓപ്ഷൻ ഏതെടുക്കണം? വുഡ്,
കുഡ് ഷുഡ് എടുക്കണം. അതേതാണ്? ഡി. ഇഫ് ഐ ഹാഡ് ഹിസ് അഡ്രസ് ഐ വുഡ് സെൻഡ് ഹിം എ ലെറ്റർ. Question 5. If he were here, he dash help me. If he were here, he dash help me. അപ്പം അതിനകത്തെ വെർബ് ഏതാണ്? വെർ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതെടുക്കും? വുഡ് ഉള്ളത്. സി. ഇഫ് ഹി വർ ഹിയർ ഹി വുഡ് ഹെൽപ്പ് മീ. നമ്പർ 6. ഇഫ് ഐ ഹാഡ് നോൺ യു വർ ഇൻ ദ ഹോസ്പിറ്റൽ ഡാഷ്. ഇഫ് ഐ ഹാഡ് നോൺ. അപ്പം അവിടെ എന്താണ്? ഹാഡ് ഉണ്ട്. അപ്പം ഹാഡ് നോൺ. നോണിന് മുമ്പേ ഹാഡ് ഉണ്ട്. അപ്പം അത് കണ്ണടച്ച് നമുക്ക് എന്ത് ഓപ്ഷൻ ചൂസ് ചെയ്യാം? ഏതാണ്? ഹാവ് ഉള്ളത്. ഐ വുഡ് ഹാവ് കം ടു സീ യു. ഐ വുഡ് ഹാവ് കം ടു സീ യു. നമ്പർ 7. ഇഫ് ഷീ ഷട്ട് ദ ഡോർ ഹി ഡാഷ് ടു എൻറ്റർ. ഇഫ് ഷീ ഷട്ട് ദ ഡോർ ഹി ഡാഷ് ടു എൻറ്റർ. ഷട്ട് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പം ആൻസർ വുഡൻറ്റ് ബി ഏബിൾ. വുഡൻറ്റ് എന്ന് പറയുമ്പോൾ വുഡ് നോട്ട് ഇല്ലേ? ഡോർ അടച്ചുകൊണ്ട് അവന് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഇഫ് ഷീ ഷട്ട് ദ ഡോർ ഹി വുഡൻറ്റ് എന്ന് പറഞ്ഞാൽ വുഡ് നോട്ട് ബി ഏബിൾ ടു എൻറ്റർ. സി ഓപ്ഷൻ ഡി നോക്കുക. അതിനകത്ത് വുഡ് ഉണ്ട്. വുഡ് ബി ഏബിൾ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഡോർ ഷട്ട് ചെയ്താൽ നമുക്ക് കയറാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി. Example 8. If it happens you in trouble. If it happens you dash in trouble. Happens simple present ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഏതാണ്? will be. If it happens you will be in trouble. Number 9. They would win if they dash. They would win. ഇപ്പോൾ വുഡ് എന്ന് പറയുമ്പം അവിടെ ഓൾറെഡി വുഡ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഇഫ് ക്ലോസ് എന്ന് പറയുമ്പോൾ രണ്ടാമതാണ് വരുന്നത്. കണ്ടോ? ദേ വുഡ് വിൻ ഇഫ് ദേ ഡാഷ്. അപ്പോൾ വുഡ് എവിടെയാണ് വരുന്നത്? സിമ്പിൾ പാസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് അവിടെ ഏതാണ്? ഓപ്ഷൻ എ. ദേ വുഡ് വിൻ ഇഫ് ദേ ട്രൈഡ്. നമ്മൾ യൂഷ്വലി ഇഫ് ദേ ആദ്യം എഴുതും ഇല്ലേ? ഇഫ് ദേ ട്രൈഡ് ദേ വുഡ് വിൻ. ഇത് തിരിച്ചിട്ടേക്കുക. ദേ വുഡ് വിൻ ഇഫ് ദേ ട്രൈഡ്. Number 10. If he does not go now, he dash miss the train. If he does not go now, he dash miss the train. അപ്പോൾ അവിടെ എന്താണ്? ഗോ നൗ. ഗോ നൗ എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്താ എഴുതുന്നത്? വില്ല്. ഹി വിൽ മിസ് ദ ട്രെയിൻ. ഇഫ് ഹി ഡസ് നോട്ട് ഗോ നൗ ഹി വിൽ മിസ് ദ ട്രെയിൻ. അതുപോലെ കൊടുത്തിരിക്കുന്നത് എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക.
ഫ്രണ്ട്സ്, ഫൈനലി നമുക്ക് കുറച്ച് ജെൻഡറോട് നോക്കാം. പേപ്പർ 1 or 2 കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ദിവസം ഒരു 5 എണ്ണം വെച്ച് പഠിക്കാം. അപ്പം 2-3 മാസം ആകുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാം കവർ ചെയ്യാൻ നോക്കാം, ഇല്ലേ? അപ്പോൾ നോക്കുക. അബോട്ട്, അബസ്. അബോട്ട്, അബസ്. ഡ്യൂക്ക്, ഡച്ചസ്. എംപറർ, എംപറസ്. എയർ, എയറസ്. ടൈഗർ, ടൈഗ്രസ്. കണ്ട, കുറേ 4-5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് തറവായിരിക്കും. അപ്പം കാണുക, പഠിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ.